താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. കേസിലെ 6 പ്രതികൾക്കും ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. പ്രതികൾ 50,000 രൂപ കെട്ടിവെക്കണം, അന്വേഷണവുമായി സഹകരിക്കണം എന്ന് നിർദ്ദേശം. പ്രതികളുടെ മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി. കണ്ണൂർ അഴീക്കലിന് സമീപം തീപിടിച്ച ചരക്കുകപ്പൽ ചെരിയുന്നത് തുടരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടർന്ന കോസ്റ്റ് ഗാർഡ്. തെക്കൻ കേരള തീരത്തേക്കും മാലിന്യങ്ങൾ ഒഴുകി വരാൻ സാധ്യത. കാണാതായ 4 കപ്പൽ ജീവനക്കാരെ കണ്ടെത്താനായില്ല. വർഗീയ കക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടിന് CPIM-ന് താൽപര്യമില്ലെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. UDF-നെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നതിൽ ഭൂകമ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. LDF-ന്റെ അധഃപതനത്തിന് കാരണം ഇരട്ടത്താപ്പെന്നും K മുരളീധരൻ. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് 7 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ യാത്ര ഇനിയും വൈകും. റോക്കറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ആക്സിയം 4 വിക്ഷേപണം വീണ്ടും മാറ്റി. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങി. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹങ്ങൾ ഇന്നോ നാളെയോ നാട്ടിലെത്തിക്കാൻ ശ്രമം. പരിക്കേറ്റ ഒരു മലയാളിയുടെ നില ഗുരുതരം. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജീവനക്കാരികൾ 1.5 വർഷത്തിനിടെ നടത്തിയത് 66 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാടുകൾ. ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങിയത് എത്ര രൂപയെന്ന് കണ്ടെത്താൻ പോലീസ്. മൊഴി നൽകാൻ സ്റ്റേഷനിൽ എത്താതെ ജീവനക്കാരികൾ. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി ബ്രസീൽ. പാരഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് യോഗ്യതാ മത്സരത്തിൽ തോൽപ്പിച്ചു. കൊളംബിയ അർജന്റീന മത്സരം സമനിലയിൽ. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും. മത്സരം ലോർഡ്സ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3-ന്. കിരീടം നിലനിർത്താൻ ഓസ്ട്രേലിയ. ആദ്യ കിരീടം ലക്ഷ്യമിട്ട് ദക്ഷിണാഫ്രിക്ക.